ഹായ് കൂട്ടുകാരെ, ഏവർക്കും വ്യത്യസ്തമായൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ദേശീയ പക്ഷിയാണല്ലോ വേഴാമ്പൽ. നമുക്കിന്ന് വേഴാമ്പലിനെ കുറിച്ച് കൂടുതൽ അറിയാം. വേഴാമ്പലിൻ്റെ ജീവിതം, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള വേഴാമ്പലുകളുണ്ട്. പാണ്ടൻ വേഴാമ്പൽ, നാട്ടുവേഴാമ്പൽ, കോഴി വേഴാമ്പൽ. ഇതിൽ ഏറ്റവും ചെറുത് കോഴി വേഴാമ്പലാണ്. വലുത് മലമുഴക്കി വേഴാമ്പലുകളാണ്. വേഴാമ്പൽ മിക്കപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. പതിഞ്ഞ ശബ്ദത്തിൽ കരഞ്ഞു തുടങ്ങി ക്രമേണ ശബ്ദം കൂടിക്കൂടി ഉച്ചസ്ഥായിയിലെത്തും. മലകളിൽ പ്രതിധ്വനിക്കുമാറുള്ള ശബ്ദവും ഹെലികോപ്റ്റർ പറക്കുമ്പോഴുള്ള അതിശക്തമായ ചെറുകടിയൊച്ചയുമാണ് ഇതിന് മലമുഴക്കി എന്ന പേര് സമ്മാനിച്ചത്. പൊതുവെ കൂട്ടമായിട്ടാണ് വേഴാമ്പലുകൾ താമസിക്കുക. ഇതിൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തലയിലായി കറുപ്പും മഞ്ഞയും കലർന്ന ഒരു തൊപ്പിയുണ്ട്. മറ്റൊന്ന് താഴേക്ക് വളഞ്ഞ നീണ്ട കൊക്കുകൾ. കൊക്കുകൾ വളരെ വലിയതും ബലമുള്ളതുമാണ് ഈ പക്ഷിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പെൺവേഴാമ്പലുകൾ ആൺവേഴാമ്പലുകളെക്കാളും ചെറുതാണ്. ആൺവേഴാമ്പലുകൾക്ക് ചുവന്ന കണ്ണും പെൺവേഴാമ്പലുകൾക്ക് നീല കലർന്ന വെളുത്ത കണ്ണുമാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. വേഴാമ്പലുകളുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിശ്രബുക്ക് ആണെന്നാണ് പറയപ്പെടുന്നത്. വിവിധ തരത്തിലുള്ള പഴങ്ങളും ചെറുജീവികളുമാണ് ഇവയുടെ ഭക്ഷണം. വേഴാമ്പലിൻ്റെ ആയുസ് ഏകദേശം 50 വർഷമാണെന്നാണ് പറയപ്പെടുന്നത്. മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ എന്നൊരു ഉപമ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ കാരണം നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. വേഴാമ്പൽ ജലസ്രോതസ്സുകളിൽ നിന്ന് ജലം നേരിട്ട് കുടിക്കാറില്ല. അവ മഴ പെയ്യുമ്പോൾ കൊക്ക് മുകളിലേക്കായി തുറന്നു പിടിച്ച് മഴവെള്ളം നേരിട്ടേ കുടിക്കുകയുള്ളൂ. വേഴാമ്പലിൻ്റെ കൊക്കിന് ചെറിയ ദ്വാരമുള്ളതുകൊണ്ടാണ് ജലസ്രോതസ്സുകളിൽ നിന്ന് നേരിട്ട് വെള്ളം കുടിക്കാൻ സാധിക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം കടന്നു വരും, അല്ലേ? വേഴാമ്പൽ വെള്ളം കുടിക്കാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേഴാമ്പൽ കഴിക്കുന്ന പഴങ്ങളിലും മറ്റും ജലാംശം കൂടുതലുള്ളതിനാൽ ഇതിന് ജലത്തിൻ്റെ ആവശ്യം നേരിടാറില്ല. ഇനി നമുക്ക് വേഴാമ്പലിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. മുട്ടയിട്ട് അടയിരിക്കുന്ന കാലങ്ങളൊഴികെ ഇണയോടൊത്തല്ലാതെ വേഴാമ്പലുകൾ സഞ്ചരിക്കാറില്ല. ഇവയുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകപത്നി വ്രതക്കാരാണ് വേഴാമ്പൽ. ജീവിതത്തിൽ ഒരിണയെ മാത്രമേ വേഴാമ്പലുകൾ സ്വീകരിക്കുകയുള്ളൂ. അതായത് ജീവിതത്തിൽ ഒരിണ മാത്രമേ വേഴാമ്പലിന് ഉണ്ടാവുകയുള്ളൂ. ജനുവരി മുതൽ മെയ് മാസം വരെയാണ് വേഴാമ്പലിൻ്റെ സന്താനോൽപാദന കാലം. ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഒന്ന് ശ്രവിക്കാം. നല്ല ഉയരമുള്ള പൊത്തുകളിലാണ് വേഴാമ്പലുകൾ കൂടൊരുക്കുക. ഇവ സ്വന്തമായി മരം തുരന്ന് കൂടുണ്ടാക്കാറില്ല. മുട്ടയിടുന്ന കാലമായാൽ പെൺവേഴാമ്പൽ പൊത്തിനകത്ത് കടന്നിരുന്ന് ദ്വാരം മുഴുവനായി സ്വന്തം വിസർജ്യവും മരപ്പൊടിയും ഉപയോഗിച്ച് അകത്തുനിന്നും ഭദ്രമായി അടയ്ക്കും. ശേഷം കൊക്ക് മാത്രം പുറത്തിടുന്ന പാകത്തിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കും. ഇതിനു ശേഷം പെൺവേഴാമ്പൽ സ്വന്തം തൂവൽ പൊഴിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്കായി നല്ല ഒരു മെത്ത ഒരുക്കും. ഇതിന് മുകളിലാണ് മുട്ടയിടുന്നത്. ഏകദേശം ഒരു സീസണിൽ 4 മുട്ടകൾ വരെ ഇടും. ആൺവേഴാമ്പലാണ് അടയിരിക്കുന്ന കാലം മുഴുവൻ പെൺവേഴാമ്പലിനായി ഭക്ഷണം തേടിക്കൊണ്ടുവരുന്നത്. ആൺപക്ഷി ഭക്ഷണവുമായി വന്ന് കരഞ്ഞാൽ പെൺപക്ഷി കൊക്ക് പുറത്തേക്കിടും. ശേഷം കൊണ്ടുവന്ന ഭക്ഷണം ഓരോന്നായി പിടയുടെ കൊക്കിലേക്ക് വച്ചുകൊടുക്കും. ഇവരുടെ യഥാർത്ഥ സ്നേഹമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തൂവൽ മുളച്ച് പറക്കമുറ്റാൻ ഏകദേശം 46 ദിവസത്തിന് മുകളിലെടുക്കും.
ഇത്രയും ദിവസം കൊണ്ട് തന്നെ തള്ളപ്പക്ഷിയും പുതിയ തൂവൽ മുളച്ച് സുന്ദരിയായിട്ടുണ്ടാകും. കുഞ്ഞുങ്ങൾ പറക്കാനായാൽ അമ്മ വേഴാമ്പൽ കൂട് കൊത്തി പൊട്ടിച്ച് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് നയിക്കും. പിന്നെ അച്ഛൻ വേഴാമ്പലും അമ്മ വേഴാമ്പലും ചേർന്ന് കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കും. വേഴാമ്പലിൻ്റെ ജീവിതം എത്ര മനോഹരമാണല്ലേ. വേഴാമ്പലുകളെ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒരു കുടുംബമാണ് ഇല്ലാതാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേഴാമ്പലിനെക്കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.